വീട്ടുമുറ്റത്ത് വിസ്മയമായി നങ്ടാക് ചക്ക. കാരശ്ശേരിയിലെ അബ്ദു പൊയിലിന്റെ പറമ്പിലാണ് തായ്ലൻഡ് ചക്കയുടെ മധുരം. കൈകൊണ്ട് തന്നെ പൊളിക്കാമെന്നതും ഈ ചക്കയുടെ പ്രത്യേകതയാണ്. നമ്മുടെ മലയോര മണ്ണിൽ ഇനി തായ്ലൻഡിൻ്റെയും ഇന്തോനേഷ്യയുടെയും മധുരം. കത്തിപ്പോലും തൊടാതെ വെറും കൈകൊണ്ട് തൊലി പൊളിച്ച് കഴിക്കാൻ പറ്റുന്ന അപൂർവ ഇനം ചക്ക നങ്ടാക് സ്വന്തം വീട്ടുമുറ്റത്ത് വിളയിച്ചെടുത്ത് വിസ്മയമാവുകയാണ് ഒരു കർഷകൻ. മുൻപ് ഒരൊറ്റ മാവിൽ 80ഓളം ഇനം മാങ്ങകൾ ഒട്ടിച്ചു ചേർത്ത് വിജയഗാഥ രചിച്ച നാട്ടുകാർ സ്നേഹത്തോടെ മാങ്ങാപ്രാന്തൻ എന്ന് വിളിക്കുന്ന കാരശ്ശേരി സ്വദേശി അബ്ദു പൊയിലിലാണ് ഈ അപൂർവ നേട്ടത്തിന് പിന്നിൽ. ഇത് ലാസ്റ്റ് ഉണ്ടായതാ. ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ ഞാൻ കഴിഞ്ഞതാ. അതേമലി ഇത് ലാസ്റ്റ് നിങ്ങൾ വരാൻ നേരം വയ്യ. ചക്ക വലിപ്പം ഉണ്ടാവും, അത്യാവശ്യം നീളമുണ്ടാവും. ഇത് ഓവർ ചുള ഉണ്ടാവില്ല, ഉള്ളിൽ ഉള്ള ചുള നല്ല മധുരമായിരിക്കും നങ്ടാക്. പക്ഷെ മഴക്കാലത്താണല്ലോ ഇപ്പം ഈ ചക്കൊക്കെ ഫുള്ള് വെള്ളം കയറിയിട്ട് പ്രശ്നങ്ങൾ. ഇത് അതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊക്കെ തായ്ലൻഡ്, ഇന്തോനേഷ്യ, കംബോഡിയ, ഇവിടെ നിന്നൊക്കെ അല്ല ചക്കകൾ നമുക്ക് ഒറിജിനൽ ചക്ക കിട്ടുന്നത്. നല്ല സാധനം. ഇത് 3 വർഷം കൊണ്ട് കഴിച്ചിന്. അപൂർവങ്ങളായ പഴവർഗ്ഗങ്ങളുടെ ഒരു വലിയ കലവറ തന്നെയാണ് അബ്ദു പൊയിലിന്റെ വീടും പരിസരവും. ഇല്ലാത്ത കൃഷികൾ ഇവിടെ ഇല്ല എന്നു തന്നെ പറയാം. ആ ഫലസമൃദ്ധിയിലേക്കാണ് ഇപ്പോൾ മലേഷ്യൻ സ്വദേശിയായ നങ്ടാക് പ്ലാവും വിരുന്നെത്തിയിരിക്കുന്നത്. 3 വർഷം മുൻപ് നട്ട ഈ പ്ലാവ് ഇപ്പോൾ നിറയെ കായ്ച്ചു നിൽക്കുകയാണ്. സാധാരണ നമ്മുടെ നാട്ടിലെ ചക്കയൊക്കെ വെട്ടണമെങ്കിൽ കത്തിയും വേണം, കയ്യിൽ എണ്ണയും പുരട്ടണം. പക്ഷേ ഈ നങ്ടാകിന് അതിൻ്റെയൊന്നും ആവശ്യമില്ല. നല്ല പഴുത്തു കഴിഞ്ഞാൽ കയ്യിലെടുത്ത് ഒരു തൊണ്ട് പൊളിക്കുന്ന സുഖത്തിൽ ഇതിൻ്റെ തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കാം. നല്ല തേൻ മധുരമാണ്. നമ്മുടെ വീട്ടിൽ വരുന്നവർക്കൊക്കെ ഇത് വലിയ അത്ഭുതമാണ്. കഴിച്ചവരെല്ലാം വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. 3 വർഷം കൊണ്ടാണ് ഇത് കായ്ച്ചത് എന്നും അബ്ദു പറഞ്ഞു. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും മധുരത്തിലും ഗുണത്തിലും ഇവൻ പുലിയാണ്. പശ ഒട്ടുമില്ലാത്ത കൈകൊണ്ട് തന്നെ പെട്ടെന്ന് ചുളകൾ വേർതിരിച്ചെടുക്കാമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയങ്കരമായി മാറുകയാണ് ഈ വിദേശി ചക്ക. സൂപ്പർ മധുരം, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കുറച്ചൊരു നാര് പോലെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് ചക്ക. എന്താണ് അവസ്ഥ? അടിപൊളി അടിപൊളി. മാവിലും പ്ലാവിലും മാത്രമല്ല, മണ്ണറിഞ്ഞ് സ്നേഹത്തോടെ പരിചരിച്ചാൽ ഏതു വിദേശ പഴവും നമ്മുടെ മലയോര മണ്ണിൽ പൊന്നു വിളയിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് അബ്ദു പൊയിലിൽ എന്ന ഈ മാതൃകാ കർഷകൻ. വീഡിയോ ജേർണലിസ്റ്റ് റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സുഹൃത പ്രബീഷ് മുക്കം.